ബീഹാർ ബി.ഡി. പോസ്റ്റ് വിവാദത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്നും വി.ടി. ബൽറാമിനെ മാറ്റുന്നു. കെ.പി.സി.സി സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. കടുത്ത നടപടിയെടുക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പിന്നാലെയാണ് തീരുമാനം. കെ.പി.സി.സി നേതൃത്വത്തോട് ഹൈക്കമാൻഡ് വിശദീകരണം തേടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ബീഹാർ യാത്രയ്ക്ക് പോസ്റ്റിലെ പരാമർശങ്ങൾ മങ്ങലേൽപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്നും ഒഴിയാൻ വി.ടി. ബൽറാം സന്നദ്ധത അറിയിച്ചതായി കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ വി.ടി. ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. അർജുൻ കല്യാട്, റോഷിപാൽ, ആദിൽ പാലോട് എന്നിവർ വിവരങ്ങളുമായുണ്ട്. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ കല്യാട്, ഇപ്പോൾ സണ്ണി ജോസഫിന്റെ പ്രതികരണം വി.ടി. ബൽറാം ആ സ്ഥാനത്തു നിന്നും മാറുകയാണ് മാറാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് ഇപ്പോൾ നേരത്തെ തന്നെ ഈ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കാനുള്ള ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് ഇപ്പോൾ ബൽറാം ഒരു ന്യായമായി പറയാൻ സാധ്യത. പക്ഷേ ഇതിപ്പോൾ അടിയന്തരമായി ഈ ബി.ഡി. പരാമർശത്തിൽ ഒരു നടപടിയായി വരുന്ന ഒരു തീരുമാനമല്ലേ? അത് തന്നെയല്ലേ സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും അത്തരമൊരു നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. എന്നാൽ പുറമെ ഒരു പ്രതികരണമായി നൽകുമ്പോൾ അതൊരു രാജ്യസന്നദ്ധത അല്ലെങ്കിൽ ഈ ചുമതലയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി സന്നദ്ധതയായി അറിയിച്ചു വി.ടി. ബൽറാം എന്നുള്ള കാര്യമാണ് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ നടപടി തന്നെയാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ഈ ബീഹാറിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ജാഥ നടക്കുകയാണ്. ഈ വോട്ട് അധികാർ യാത്ര ഉൾപ്പെടെ അവിടെ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു പോസ്റ്റ് വരുന്നതും. ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഹൈക്കമാൻഡിന് തന്നെ ഉണ്ട്. അതിന്റെ ഭാഗമായി കെ.പി.സി.സി നേതൃത്വത്തോട് കർശനമായിട്ടുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കെ.പി.സി.സി കടക്കുന്നത്. എന്തായാലും ഇതിനകത്ത് കെ.പി.സി.സി അധ്യക്ഷൻ ആ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെ ഒരു അപാകതയും ജാഗ്രത കുറവും ഉണ്ടായിട്ടുണ്ട്, ഒരു വീഴ്ച ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ ചുമതല നിർവഹിക്കേണ്ടുന്ന വി.ടി. ബൽറാമിനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പറയുന്ന ചുമതല നിർവഹിക്കുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് തന്നെയാണ് കെ.പി.സി.സി അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചുമതലയിൽ നിന്നും മാറാനുള്ള ഒരു സന്നദ്ധത ഇപ്പോഴെന്തായാലും വി.ടി. ബൽറാം കെ.പി.സി.സിയെ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നത് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ നേരത്തെ കെ.പി.സി.സി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് ഇത്തരമൊരു അറിവോടുകൂടിയല്ല എന്നുള്ള ഒരു മറുപടിയാണ് കെ.പി.സി.സി അധ്യക്ഷൻ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്, വി.ടി. ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ അറിവില്ലാതെ അല്ലെങ്കിൽ തൻ്റെ അറിവില്ലാത്ത ചുമതല വഹിക്കുന്ന ഒരു നേതാവിൻ്റെ അറിവില്ലാതെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്നത് എന്നുള്ള കാര്യം ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തൊന്നും ഒരു വീണ്ടും വിചാരമില്ലാത്ത രീതിയിലാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചോദ്യമായി ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ വി.ടി. ബൽറാമിനെ സോഷ്യൽ മീഡിയ അതിൻ്റെ ചുമതലകളിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വയം അതിനകത്ത് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഒരു കടുത്ത നടപടി എന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുന്നില്ല എങ്കിൽ കൂടി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ദേശീയ നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രൂപത്തിൽ ദേശീയ തലത്തിൽ ചർച്ചയാകുന്ന വിധത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ ബൽറാമിനോട് വിശദീകരണം തേടുകയാണോ ചെയ്തിരിക്കുന്നത്? വിശദീകരണം തേടുകയും ആ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെടുകയുമാണോ ചെയ്തിരിക്കുന്നത്? സ്മൃതി, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പോലും വെട്ടിലാക്കിക്കൊണ്ടാണ് കെ.പി.സിയുടെ ഔദ്യോഗിക എക്സിൽ ഇത്തരമൊരു പോസ്റ്റ് വരുന്നത്. അത് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിഷയത്തിൽ കെ.പി.സി.സി നേതൃത്വത്തോട് തന്നെ വിശദീകരണം തേടിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സണ്ണി ജോസഫ് DMC ചെയർമാനായ വി.ടി. ബൽറാമിനോട് വിശദീകരണം തേടിയത്. വി.ടി. ബൽറാം രാജ്യസന്നദ്ധത അറിയിച്ചു. പക്ഷേ നേരത്തെ തന്നെ ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിടാനുള്ള ആലോചന കെ.പി.സി നേതൃത്വം ഏറ്റെടുത്താണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില അംഗങ്ങളാണ്. ഈ സാഹചര്യത്തിൽ അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സണ്ണി ജോസഫിനോട് ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിടാനുള്ള നിർദ്ദേശം നൽകിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനഃസംഘടനയെക്കുറിച്ചുള്ള ആലോചന നടക്കുമ്പോഴാണ്
ഇങ്ങനെ ഒരു പോസ്റ്റ് എക്സിൽ വരുന്നത്. അത് ദേശീയ തലത്തിൽ പോലും BJP ആയുധമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടി നടപടിയെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. ഏതായാലും അല്പസമയം തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ VT ബൽറാം ചെയർമാൻ പദം ഒഴിയാനും സാധ്യതയുണ്ട്. ഇതിൽ എന്താണ് ബൽറാം പറയുന്ന ഒരു ന്യായീകരണം? ബൽറാം അറിഞ്ഞിട്ടില്ല എന്നാണോ? ഈ പോസ്റ്റിന് ഒരു നാഥൻ ഉണ്ടാകുമല്ലോ, ആരുടെ കയ്യിൽ നിന്ന് പറ്റിയതാണിത്? സ്മൃതി, നേരത്തെ തന്നെ KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നതാണ്. നമുക്കറിയാം, നേരത്തെ പി സരിൻ ഇതിന്റെ കൺവീനറായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനകത്തുള്ള അംഗങ്ങൾ തന്നെ ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർത്തിയതാണ്. പിന്നീട് സരിൻ രാജിവെച്ചപ്പോൾ കൺവീനർ പദവി പോലും ഒഴിഞ്ഞു കിടക്കുന്നു. ചെയർമാനായി VT ബൽറാം മാത്രമാണ്, മറ്റംഗങ്ങളുണ്ട്. ഈ അംഗങ്ങൾ പോലും സാമൂഹ്യ മാധ്യമത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന, കോൺഗ്രസിന്റെ ആശയം പ്രചരിപ്പിക്കുന്നത് എന്ന പരാതിയുണ്ട്. ആ പരാതി ഉയരുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം ബീഹാർ കേന്ദ്രീകരിച്ച് രാഹുൽ ഗാന്ധി നടത്തിയത്. അങ്ങനെ ഒരു വലിയ യാത്ര നടത്തി അത് സമാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ബീഹാറിലെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ്, ഇത് ആരാണ് ഈ പോസ്റ്റ് പങ്കുവച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ VT ബൽറാം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നൽകിയ വിശദീകരണം, താൻ ഈ പോസ്റ്റ് അറിയില്ല, തനിക്ക് ആരാണിത് പോസ്റ്റ് ചെയ്തതോ അത് എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് അറിയില്ല, തൻ്റെ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാണ് നൽകിയത്. പക്ഷേ എന്നാൽ പോലും ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഈ ഉത്തരവാദിത്വം VT ബൽറാമിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ തന്നെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇത് കടുത്ത നടപടിക്ക് വേണ്ടിയുള്ള തീരുമാനം. അത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം കൂടിയുണ്ട് ഈ കാര്യത്തിൽ. കാരണം വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന് മാത്രമല്ല BJP അത് ആയുധമാക്കുകയും ചെയ്തു. അത് ബീഹാറിൽ വലിയ രീതിയിൽ അത് ക്ഷീണമാകും, രാഷ്ട്രീയമായി അത് തിരിച്ചടിയാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിൽ പാലോട് ഇപ്പോൾ ദേശീയ തലത്തിൽ ഇത് ചർച്ചയാകുന്നു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒരു കാലത്തിന് ശേഷം ഒരുമിക്കുന്ന ഒരു കാര്യമായിരുന്നു വോട്ടറാധികാർ യാത്ര. അത് ബീഹാറിൽ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷകൾക്കിടെയാണ് ബീഹാറിലെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ വിമർശനം നേരിടേണ്ട ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ബീഹാർ BD പരാമർശത്തിൽ വന്നിരിക്കുന്ന ദേശീയ പ്രതികരണങ്ങൾ? ഹൈക്കമാൻഡ് എത്രത്തോളം ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നു? അതീവ ഗൗരവത്തോടെ തന്നെ ഹൈക്കമാൻഡ് വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമുക്ക് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പ്രധാനപ്പെട്ട കാര്യം, ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ സഖ്യങ്ങളും, ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ചേർന്ന് വോട്ടർ അധികാർ യാത്ര എന്ന രൂപത്തിലുള്ള ഒരു വലിയ മൂവ്മെന്റ് ബീഹാറിൽ നടക്കുന്നു. 16 ദിവസത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന യാത്രയ്ക്ക് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നേതൃത്വം നൽകുന്നു. ആ രൂപത്തിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു പടി മുന്നിലെത്താൻ കഴിഞ്ഞു എന്നതായിരുന്നു കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ആത്മവിശ്വാസം. പക്ഷേ ആ ആത്മവിശ്വാസത്തെ തകർക്കുന്നതായി ഈ BD പരാമർശം മാറി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരാമർശം തെറ്റാണ് എന്ന് RJD നേതാവ് തേജസ്വി യാദവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി വിമർശനം എന്ന കണക്കെ പറയാൻ തയ്യാറായതും സന്നദ്ധനായതും. ഏതായാലും അത് ഗൗരവത്തോടെ തന്നെ കാണുന്നു. ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള വലിയ മേന്മയും വലിയ മുന്നേറ്റവും തരംഗവുമെല്ലാം അതിന്റെ ശോഭ കെടുത്തുന്നതാണ് KPCCയുടെ ഔദ്യോഗിക എക്സിൽ വന്നിട്ടുള്ള ഈ പോസ്റ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഇപ്പോൾ ഈ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയുമാണ് യാത്രയിലുടനീളം ഒരുമിച്ചുണ്ടായിരുന്നത്. മറ്റ് നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാർലമെന്റിൽ പോയി വരുന്ന MP-മാരും ഒക്കെ ആയിരുന്നു. ഇടയ്ക്കിടെ വന്ന് യാത്രയോട് ചേരുന്നവരായിരുന്നു. പക്ഷേ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് യാത്ര തുടരുകയായിരുന്നു. അങ്ങനെ ഒരുമിച്ചുള്ള സഖ്യത്തിനിടയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസിന് ഒരു വിമർശനം പരസ്യമായി നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് തേജസ്വി യാദവിനും എത്തേണ്ടി വരുന്നത്. ഏത് തരത്തിലാണത് BJP ഉപയോഗിക്കുന്നത്? BJPയുടെ പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്? അതിൽ ഉറപ്പായും B എന്ന അക്ഷരത്തിൽ നിന്ന് തന്നെ ബീഹാറും BDയും തുടങ്ങുന്നു. അതുകൊണ്ടാണ് BDക്ക് GST കുറച്ചത് എന്നതായിരുന്നു കേരള കോൺഗ്രസ് എന്ന പേരിലുള്ള എക്സ് അക്കൗണ്ടിലെ പരിഹാസം. അത് BD ബീഹാർ എന്ന രൂപത്തിലേക്ക് ഒരു പ്രയോഗത്തിലേക്ക് പോയി. ബീഹാറിലെ ജനതയെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണിത് എന്ന രൂപത്തിലേക്ക്, വ്യാഖ്യാനങ്ങളിലേക്ക്, വലിയ സമര പരിപാടികളിലേക്ക് BJP കടക്കാൻ പോകുന്നു ബീഹാറിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് മുൻനിർത്തി രാഹുൽ ഗാന്ധിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അമ്മയെ പരിഹസിച്ചു, അപമാനിച്ചു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇതിന് പുറമെ ബീഹാറിനെ ആകെ അപമാനിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന
പ്രചരണം ബീഹാറിൽ ശക്തമാക്കാനാണ് NDAയുടെ തീരുമാനം. അതിൽ ഹൈക്കമാൻഡിന് വലിയ അസ്വസ്ഥതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇത്രയും ദിവസത്തെ അധ്വാനം, രാഹുൽ ഗാന്ധിയുടെ ആലോചനകൾ, ലക്ഷ്യങ്ങൾ, അതിനെയൊക്കെ തകിടം മറിക്കുന്ന ഒരു പ്രവർത്തനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, KPCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വിലയിരുത്തലാണ്. ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി ഇക്കാര്യം KPCCയെ അറിയിച്ചിട്ടുമുണ്ട്. കർശന നടപടി വേണം എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് KPCCക്ക് പോയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾക്കകം, മിനിറ്റുകൾക്കകം നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ KPCCയുടെ ഔദ്യോഗിക എക്സിൽ വന്നിട്ടുള്ള ഈ പരിഹാസവും പരാമർശവും. സ്മൃതി. ശരി, റോഷിപാലിക്ക് വീണ്ടും. റോഷിപാൽ, ഇപ്പോൾ എന്താണ് നമുക്ക് അറിയാനാകുന്നത്? ഇപ്പോൾ ബൽറാമിനോട് വിശദീകരണം തേടി, ബൽറാമിനോട് സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണോ? അങ്ങനെയെങ്കിൽ ആ തീരുമാനം എപ്പോൾ നടപ്പാകും? സ്മൃതി, ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് KPCC അധ്യക്ഷൻ തന്നെ VT ബൽറാമിനോട് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ പദവി, ചെയർമാൻ പദവി ഒഴിയാൻ നിർദ്ദേശം നൽകിയെന്നാണ്. മാത്രമല്ല അത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ്. നേരത്തെ ആദിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പോലും വലിയ നാണക്കേടായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം ബീഹാറിൽ നടത്തിയിട്ട് അതിൻ്റെ ഒരു നേട്ടമില്ലാതാക്കുന്ന തരത്തിലാണ് KPCCയുടെ കുറിപ്പുണ്ടായിരിക്കുന്നത്. അത് BJP ആണെങ്കിൽ എടുത്ത് ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് തന്നെ വിഷയത്തിൽ നേരിട്ടിടപെട്ട് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് തന്നെ VT ബൽറാം ചെയർമാൻ പദവിയിലാണ്. ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൻ്റെ ആ പദവി ഒഴിയണമെന്ന നിർദ്ദേശം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, സംസ്ഥാനത്തെ മറ്റു നേതാക്കൾക്ക് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെക്കുറിച്ച് നല്ല താല്പര്യവുമില്ല, അവർക്ക് നല്ല അഭിപ്രായവുമില്ല. നേരത്തെ തന്നെ ഈ കമ്മിറ്റി തന്നെ പിരിച്ചുവിടാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലൊക്കെ കോൺഗ്രസ് നേതാക്കളെ, പ്രതിപക്ഷ നേതാവിനെ അടക്കം അവഹേളിക്കുന്ന തരത്തിൽ നിരന്തരം സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പുകൾ എഴുതിയത് ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ 2-3 പേരാണ്. അത് കണ്ടെത്തുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാനുള്ള ആലോചന നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് എക്സിൽ വരുന്നത്. ഏതായാലും കടുത്ത നടപടിക്ക് തന്നെയുള്ള നിർദ്ദേശമാണ്. ഡിജിറ്റൽ മീഡിയ വിഭാഗം തന്നെ പൂർണ്ണമായും പിരിച്ചുവിടാനാണ് KPCC നേതൃത്വം ആലോചിക്കുന്നത്. മുതിർന്ന നേതാക്കളുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. സ്മൃതി. ശരി, ഏതായാലും ദേശീയ നേതൃത്വത്തെ വലിയ പ്രതിരോധത്തിലാക്കുന്ന സംഭവമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നതിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വിശദീകരണം തേടിയിരിക്കുന്ന വിവരങ്ങളാണ് അർജുൻ കല്യാട, റോഷിപാൽ, ആദിൽ പാലോട് എന്നിവർ നൽകിയത്.